ഞാൻ നേരത്തെ പറഞ്ഞ വാർത്ത വി അരുൺ ഇപ്പോൾ അവിടെ നൽകുന്നുണ്ട്. വി അരുൺ, ഇത് കേൾക്കാം. അപ്പോൾ സിനിമാ താരങ്ങൾ കൂടുതൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് വരികയാണ്. ഇന്നസെൻറ്റിനെ വെച്ച് പരീക്ഷിച്ച ഒരു തവണ അവിടെ CPM ജയിച്ചിട്ടുണ്ട്, പിന്നെ പരാജയപ്പെട്ട ചരിത്രമുണ്ട്. വി അരുൺ, സുധീർ കരമനയാണോ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തിരുവനന്തപുരം സെൻട്രലിൽ? മനു, അത് തന്നെയാണ്. തിരുവനന്തപുരം സെൻട്രലിലെ സ്ഥാനാർത്ഥിനിർണ്ണയം CPM-ന് ഇടതുമുന്നണിക്ക് വേണ്ടി തലവേദനയായിരുന്നു. അവിടെ ആരെ മത്സരിക്കുന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സീറ്റായിരുന്നു തിരുവനന്തപുരം. അവിടെ ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയില്ല. അങ്ങനെ ആരെ മത്സരിപ്പിക്കാമെന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ ഒടുവിൽ CPM ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിരിക്കുന്നു. സുധീർ കരമന, സിനിമാ താരമാണ് അദ്ദേഹം, പ്രശസ്ത സിനിമാ താരമാണ്, തിരുവനന്തപുരം സ്വദേശിയാണ്. കരമന ജനാർദ്ദനൻ നായരുടെ മകൻ. നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളിൽ ഒരാളാണ്. അധ്യാപകൻ കൂടിയായിരുന്നു. ആന്റണി രാജുവിനെ കാണാനില്ല, ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല എന്ന് പറയുന്നു. അതിന്റെ ഇടയിൽ നമ്മുടെ ജനതാദളിൽ നിന്ന് RJDയിൽ നിന്ന് രാജിവെച്ച് വന്ന സുരേന്ദ്രൻപിള്ള സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെയുള്ള വാർത്തകളുണ്ട്. അപ്പൊ ഇതെല്ലാം പോയി അല്ലേ? അത്തരം സാധ്യതകൾ പലതും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ആന്റണി രാജുവിന് കൃത്യമായ ഒരു സ്ഥാനാർത്ഥി ശക്തനായ, കാരണം തിരുവനന്തപുരം സിറ്റിംഗ് സീറ്റാണ്. സിറ്റിംഗ് സീറ്റുകൾ ഇത്തവണ നഷ്ടപ്പെടുന്ന CPM-ന് ഇടതുമുന്നണി ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തേടി. പക്ഷേ പലപ്പോഴും ആന്റണി രാജു നിർദ്ദേശിച്ച പേരുകളൊന്നും CPM-ന് സമ്മതമായിരുന്നില്ല. അങ്ങനെയാണ് ഒരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ ആലോചിച്ചത്. ആ സാഹചര്യത്തിലാണ് ഒരു മുന്നണി അരുണെ, ഒരു മുന്നണിയിൽ ഒരു ഘടകകക്ഷിക്ക് ഒരു സീറ്റ് കൊടുത്താൽ പിന്നെ അതിൽ CPM-ന് താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് വാശി പിടിക്കുന്ന ഒരു രീതി ശരിയാണോ? ഉണ്ടോ അങ്ങനെ? അത്തരത്തിലുണ്ട്. കാരണം ഇടതുമുന്നണി ആന്റണി രാജു നൽകിയ സീറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് അത് ഇവിടെ ഒരു പാർട്ടി ചിഹ്നത്തിൽ. CPM-ന് അത്യാവശ്യം സ്വാധീനമുള്ള മേഖലയാണ് തിരുവനന്തപുരം സെൻട്രൽ. പക്ഷേ അവർ ഇതുവരെ CPM ചിഹ്നത്തിൽ അവിടെ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുമില്ല. പക്ഷേ ഇത്തവണ CPM അങ്ങനെ ആലോചിക്കുമ്പോൾ ആന്റണി രാജു മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥികളൊന്നും വിജയസാധ്യതയുള്ളവരല്ല എന്ന് കണ്ടെത്തി CPM പേരുകൾ മാറ്റുകയായിരുന്നു. V സുരേന്ദ്രൻപിള്ളയിലേക്ക് വന്നെങ്കിലും 10 വർഷത്തോളം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ആ രീതിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലോ മണ്ഡലത്തിലോ ഒന്നും ഇല്ലാതിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കുക ഗുണകരമായില്ല എന്ന് CPM വിലയിരുത്തി. ആന്റണി രാജുവും അതിനോട് യോജിച്ചില്ല. ഒടുവിൽ പല ചർച്ചകൾക്കൊടുവിലാണ് CPM ബന്ധമുണ്ട്, എന്നാൽ ഒരു സ്വതന്ത്രൻ എന്ന പരിവേഷത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന, ജനങ്ങൾക്ക് അധികം പരിചയപ്പെടുത്തലുകൾ വേണ്ടാത്ത ഒരാളെ ഉള്ള അന്വേഷണമാണ് ഒടുവിൽ സുധീർ കരമനയിലേക്ക് എത്തിച്ചേർന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠനകാലം മുതൽ യൂണിവേഴ്സിറ്റി കോളേജും അതുമായി ബന്ധപ്പെട്ട CPM ബന്ധമുള്ളയാളാണ്. CPM വളരെ പ്രധാനപ്പെട്ട നേതാക്കളുമായി അവിടുത്തെ വ്യക്തിബന്ധം പുലർത്തുന്നയാളാണ്. CPM-ന്റെ സാംസ്കാരിക വേദികളിലെല്ലാം സാന്നിധ്യമാണ്. അടുത്തിടെ ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് മണ്ഡലത്തിൽ ഏതാണ്ട് 3 ആഴ്ച താഴെ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഒരാളെ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തിയെടുക്കുക എളുപ്പമല്ല. സുധീർ കരമനയാകുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ മുഴുവൻ പ്രശസ്തനായ ഒരു സിനിമാ താരം, തിരുവനന്തപുരത്തുകാർക്ക് അദ്ദേഹത്തെ വളരെ വ്യക്തമായി അറിയുകയും ചെയ്യാം. അങ്ങനെ ചുമട്ടുതൊഴിലാളികളുമായ ഒരു തർക്കത്തിലൊക്കെ ഏർപ്പെട്ട ഒരു വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നില്ലേ? അപ്പൊ അവരൊക്കെ വിശ്വാസത്തിലെടുക്കുമോ പരിസരവാസികൾ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ സുധീർ കരമനയെ ആ രീതിയിൽ അന്ന് CIT പ്രവർത്തകരുമായാണ് തർക്കമുണ്ടായത്. പക്ഷേ അന്ന് CPM നേതൃത്വമൊക്കെ അദ്ദേഹത്തിനൊപ്പമാണ് നിന്നത്. അദ്ദേഹത്തോടുള്ള പെരുമാറ്റത്തൊക്കെ അന്ന് CPM നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു. അത്തരത്തിൽ CPM സാംസ്കാരിക രംഗവുമായി വളരെ അടുത്ത് ചേർന്ന് പോകുന്ന ഒരു ആളെന്ന നിലയിൽ കൂടിയാണ് സുധീർ കരമനയുടെ പേര് ഇപ്പോൾ CPM പരിഗണിക്കുന്നത്. ഏതാണ്ട് ആ പേരിലേക്ക് ഇടത് നേതൃത്വം എത്തിച്ചേർന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എങ്കിൽ നാളെ ഒരുപക്ഷെ പ്രഖ്യാപനം ഉണ്ടാകും. ഇടത് സ്വതന്ത്രനായി സുധീർ കരമന തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കും. കോവളത്തും അത്തരത്തിൽ ഇടത് സ്വതന്ത്രനെയാണ് CPM ഇടതുമുന്നണി കണ്ടെത്തിയത്. പാർട്ടി ചിഹ്നത്തിന് പകരം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ അവിടെയും ധാരണയായത്. സുധീർ കരമനയുടെ പേര് വൈകാതെ ഇടതുമുന്നണി നേതൃത്വം പ്രഖ്യാപിച്ചേക്കും. അങ്ങനെ തിരുവനന്തപുരത്ത് 13 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാകുമ്പോഴും തിരുവനന്തപുരത്ത് ആര് എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു. ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം എവിടെ ഇരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എവിടെയെന്ന പരിഹാസവുമായൊക്കെ രംഗത്ത് വന്നിരുന്നു. അതിനൊരു മറുപടിയായി കൂടി മാറുകയാണ് സുധീർ കരമനയുടെ സ്ഥാനാർത്ഥിത്വം. CPM നേതൃത്വം ആ സ്ഥാനാർത്ഥിത്വം വൈകാതെ പ്രഖ്യാപിച്ചേക്കും. മനു, ഓക്കെ, വ്യക്തമാണ്. അതാണ് വി അരുൺ ആണ് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. അപ്പോൾ സുധീർ കരമനയാണ് ഇടത് സ്ഥാനാർത്ഥിയായി വരുന്നത്. നേരത്തെ വീട്ടിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ടൈൽസൊക്കെ ഇറക്കിയതുമായി ബന്ധപ്പെട്ടൊക്കെ ചില തർക്കങ്ങൾ അന്ന് അവിടുത്തെ തൊഴിലാളി നേതാക്കളുമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞു തീർത്തെന്നാണ് ഇപ്പോൾ വി അരുൺ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഒരു ഇടത് ചേരിയിൽ നിൽക്കുന്ന ഒരാളാണ്.